എപ്പോൾ ഒരു മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിലെത്താനായി അധ്വാനിക്കുന്നതിന് പകരം ഷോർട്ട് കട്ട് റൂട്ട് തിരഞ്ഞെടുക്കുന്നുവോ ആ വഴി അവനെ നേരെ ഇരുട്ടിലാണ് കൊണ്ടുപോയി ചേർക്കുക. ഇങ്ങനെയുള്ള ഒരു ഭയങ്കരമായ കഥയാണ് രാജസ്ഥാനിലുള്ള ഭൈരവ്പൂർ ഗ്രാമത്തിന്റെ കഥ. സമയം രാവിലെയാണ്. ഗ്രാമത്തിലുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. കമോ വൃദ്ധും സ്കൂളിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവൻ തൻ്റെ ബാഗിൽ പുസ്തകങ്ങൾക്ക് പകരം നരകത്തിലെ എല്ലിൻ്റെ കഷ്ണങ്ങൾ, ഉണങ്ങിയ മുളക്, പിന്നെ രക്തചന്ദനം എടുത്തു വയ്ക്കുന്നു. അപ്പോഴാണ് പുത്രു അവനെ വിളിക്കാൻ വന്നത്. വേഗം വാ, മണി 9:30 നമ്മൾ ചെല്ലാൻ ലേറ്റ് ആകും. നമ്മളല്ല, നീയാണ് ലേറ്റായിട്ട് പോകുന്നത്. പിതൃ തമോ വൃദ്ധനെ തുറച്ചു നോക്കി. പക്ഷെ അവൾ ഒന്നും മിണ്ടിയില്ല. രണ്ടുപേരും സ്കൂളിനെ നോക്കി നടന്നു. പോകുന്ന വഴിയിൽ സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷേ തമോ വൃദ്ധ് ഒരു ഭയങ്കരമായ ചിരിയോടുകൂടി നേരെ കാട്ടിലേക്ക് നടന്നു. തമോ വൃദ്ധ്, നീ എവിടേക്കാ പോകുന്നേ? സ്കൂൾ ഇവിടെയാണുള്ളത്. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞല്ലോ, സ്കൂളിലേക്ക് നിനക്കാണ് ലേറ്റ് ആവുന്നത്, എനിക്കില്ല. നീ ഇപ്പോൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഈ വഴി നിന്നെ നശിപ്പിച്ചേക്കും. ശരിയോ തെറ്റോ എനിക്കെന്താ? ഒരു സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ വഴിയിൽ പോയാൽ വേഗം തന്നെ പൈസക്കാരനായി മാറും. നീ ചെല്ലുന്ന വഴി സമയമാണ് കളയുന്നത്. നോക്ക്, നീ നന്നായേക്ക്, ഇല്ലെങ്കിൽ നിന്റെ അച്ഛനമ്മയോടെല്ലാം ഞാൻ പറയും. ഒരു പക്ഷേ നീ എവരുടെ അടുത്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ നിന്നെ തീർച്ചയായും കൊന്നു കളയും. തമാവൃദ്ധി ഇങ്ങനെ പേടിപ്പിച്ചത് കേട്ടതും പിതൃവിന്റെ മുഖത്ത് പേടി കണ്ടു. അവൾ ഒന്നും മിണ്ടാതെ ശാന്തയായി. പക്ഷേ തമോവൃദ്ധ് മോശമായ ചിന്തകളോടെ കാടിനെ നോക്കി നടന്നു ചെന്നു. തമോവൃദ്ധ് ഒരു പഴയ ആളില്ലാത്ത ആലമരത്തിനടിയിൽ ചെന്നിരുന്നു. അവിടെ മുഴുവൻ ശാന്തത നിറഞ്ഞിരുന്നു. ഓരോ ശ്വാസത്തിലും ഒരു വിചിത്രമായ പേടി നിറഞ്ഞിരുന്നു. അവിടെ ഒരു വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. അവിടെ ഒരു കറുപ്പ് കല്ല് വെച്ചു. എന്നിട്ട് അവൻ മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. ഓരോ വാക്കുകളിലും കാറ്റിൽ എന്തോ ഒരു അനക്കമുണ്ടായിരുന്നു. ഓം തമോ വ്രജായ നമഃ, ത്രയാൻ സിദ്ധീൻ ദേഹിനേ, കൃഷ്ണ രാത്രോ പ്രകൃതി സദാ സർമ്മം സന്നാദിതി. ഇപ്പോൾ സ്കൂളും കഴിഞ്ഞു. പക്ഷേ തമോവൃദ്ധനെ കുറിച്ച് ഒന്നും അറിയാൻ സാധിച്ചില്ല. വീട്ടിലുള്ളവർ ആകെ വിഷമത്തിലായി. അവനെ എല്ലാ സ്ഥലത്തും തേടി. പക്ഷെ അവൻ ഗ്രാമത്തിൽ എവിടെയും കിട്ടിയില്ല. പേടിച്ച് അവന്റെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് ചെന്നു. എന്നിട്ട് ടീച്ചറോട് തിരക്കി. മാസ്റ്റർ സാർ, ഗ്രാമത്തിലെ കുട്ടികളൊക്കെ വീട്ടിലേക്ക് വന്നു ചേർന്നു. പക്ഷെ എന്റെ തമോവൃദ്ധ് ഇതുവരെ വന്നില്ല. അത് എനിക്കെങ്ങനെ അറിയാം? അവൻ കടന്ന 5 ദിവസങ്ങളായിട്ട് സ്കൂളിലേക്ക് വന്നിട്ടില്ലല്ലോ. പക്ഷെ അവൻ ദിവസവും സ്കൂളിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ടല്ലേ വരുന്നത്. അവൻ അങ്ങനെ പറഞ്ഞിരിക്കും, പക്ഷേ ഇവിടെ വന്നിട്ടില്ല. രാത്രി സമയം ഒരുപാടായി. പക്ഷേ ഇതുവരെ തമോവൃദ്ധ് വീട്ടിലേക്ക് വന്നില്ല. വീട്ടിലുള്ളവരുടെ മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നാൻ തുടങ്ങി. വളരെ വിഷമത്തോടെ അവന്റെ അച്ഛനും അമ്മയും പിതൃവിന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ എവിടെയാണെന്നുള്ള കാര്യം അറിയാനായി അവർ ചെന്നു. പുത്രോ, നീ സ്കൂളിൽ നിന്നും വന്നല്ലോ, പക്ഷെ എന്റെ മകൻ ഇതുവരെ വീട്ടിലേക്ക് വന്നില്ല. അവൻ എവിടെയാണ്? തമോവൃദ്ധ് എവിടെയാണെന്ന് എനിക്കറിയില്ല ആന്റി. മാസ്റ്റർ സാർ പറഞ്ഞു 5 ദിവസമായി അവൻ സ്കൂളിലേക്ക് വന്നിട്ടെന്ന്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ വരുന്നത്. അവൻ സ്കൂളിലേക്ക് പോകാതെ പിന്നെ എവിടെയാണ്? എനിക്കറിയാം, പക്ഷെ ഞാൻ ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ അവൻ എന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിതൃ ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഓടിപ്പോയി. തമോവൃദ്ധിന്റെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ ഒരു ഭയങ്കരമായ ഇരുട്ട് മൂടാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അവരുടെ മകൻ എവിടെയാണ്, എന്ത് ചെയ്യുകയാണെന്ന്? രാത്രി 12 മണിയായി. ഇത് നവരാത്രി ദിവസമാണ്. പിന്നെ ഗ്രാമത്തിൽ ഡയൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നതായി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തമോവൃദ്ധ് അപ്പോഴും വീട്ടിലേക്ക് വന്നില്ല. അവന്റെ അച്ഛനും അമ്മയും പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് തമോവൃദ്ധ് വീട്ടിലേക്ക് വന്നത്. അവന്റെ മുഖത്ത് ഒരു വിചിത്രമായ തണുപ്പുണ്ടായിരുന്നു. ഇന്ന് മുഴുവൻ നീ എവിടേക്കാ പോയിരുന്നത്? ഇപ്പോൾ എന്നെ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഭക്ഷണം തരോ? ആദ്യം നീ എവിടെയായിരുന്നു അത് പറ. കഴിഞ്ഞ 5 ദിവസങ്ങളായി നീ സ്കൂളിലേക്കും പോകാറില്ല. എവിടേക്കാ പോകുന്നേ? പറ. അമ്മേ, വാശി പിടിക്കല്ലേ, ഞാൻ പറയുന്നല്ലോ, ഇപ്പോൾ എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. മോനെ, നീ എന്തുകൊണ്ടാ സ്കൂളിലേക്ക് പോകാത്തത്? നന്നായിട്ട് പഠിച്ചാലല്ലേ നീ ഒരു വലിയ ആളായി വരാൻ പറ്റുള്ളൂ. വലിയ ആളോ? അമ്മേ, വലിയ ആളാവണമെങ്കിൽ പൈസക്കാരനാവണമല്ലോ. ഞാൻ ചെയ്യുന്ന ഈ ജോലി കാരണം വേഗം തന്നെ ഈ ഗ്രാമത്തിൽ ഞാനാണ് വലിയ പൈസക്കാരനായി മാറാൻ പോകുന്നത്. എന്ത്? ആ രീതിയിൽ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തമാവൃദ്ധിന്റെ അമ്മ വീണ്ടും വീണ്ടും അവനോട് ചോദിച്ചു. പക്ഷെ അവൻ ഒരു രഹസ്യം പോലും പുറത്തു പറഞ്ഞില്ല. ഒന്നും മിണ്ടാതെ നേരെ വീട്ടിനകത്തേക്ക് ചെന്നു. അവന്റെ അമ്മ ആകെ വിഷമത്തിലായി. അതായത് അവരുടെ മകൻ എന്ത് ചെയ്യുന്നു എന്നോർത്ത്.
ഇന്ന് നവരാത്രി അഷ്ടമിയാണ്. ഭൈരവ്പൂരിൽ ദുർഗാഷ്ടമിക്കുള്ള ഏർപ്പാടുകൾ വളരെ ഭയങ്കരമായി നടക്കുകയായിരുന്നു. പക്ഷേ തമോവൃത് ഗ്രാമത്തിലുള്ള ചെറിയ പെണ്ണുങ്ങളെ കന്യാഭോജനത്തിനായി വിളിക്കുകയാണ്. അവൻ്റെ ശബ്ദത്തിൽ ഒരു വിചിത്രമായ മാറ്റമുണ്ടായിരുന്നു. അത് കേൾക്കുന്നവരുടെ മനസ്സിൽ വല്ലാതെ പേടിയുണ്ടാകുന്നു. കുഷി, കാജൽ, എൻ്റെ അമ്മ നിങ്ങൾ രണ്ടുപേരിനെയും കന്നിപൂജയിലേക്ക് വിളിച്ചു. വരൂ. ഇങ്ങനെ ഗ്രാമത്തിലുള്ള ഓരോ പെണ്ണുങ്ങളെയും തമോവൃത് കള്ളം പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അത് അവന് മാത്രമേ അറിയാവൂ. സമയം സന്ധ്യയായി. തമോവൃത് ആരെയാണോ കന്യാഭോജനത്തിനായി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവരിൽ ഒരാൾ പോലും തിരികെ വീട്ടിലേക്ക് ചെന്നില്ല. ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ച് തമോവൃതിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവരവരുടെ പെൺകുട്ടികളെ തേടിക്കൊണ്ട്. എൻ്റെ മോള് നിങ്ങളുടെ വീട്ടിലേക്ക് കന്നിപൂജയിലേക്ക് വന്നു. അവൾ തിരിച്ചു വന്നിട്ടില്ല. എൻ്റെ മോൾ എവിടെയാണുള്ളത്? പക്ഷെ ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ. അവിടെ വന്നവരെല്ലാവരും തമോവൃതാണ് അവരുടെ വീട്ടിലേക്ക് വന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു. അവരുടെ അമ്മയുടെ മനസ്സിലാകെ സംശയമുണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അവർ തമോവൃതിനോട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ തമോവൃത് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? എന്താ ആലോചിക്കുന്നത്? എൻ്റെ മോൾ എവിടെയാണുള്ളത്? വേഗം പറയൂ, അല്ലെങ്കിൽ ഞാൻ പോലീസിൽ ചെന്ന് കംപ്ലൈൻറ്റ് തരും. തമോവൃതിൻ്റെ അമ്മ ചിന്തിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടികളെ അവൻ അങ്ങനെ എവിടേക്കായിരിക്കും കൊണ്ടുപോയിരിക്കുക? കടന്ന 5 ദിവസങ്ങളായി എവിടേക്ക് പോകുന്നു അവിടേക്കാണോ? പിന്നെ ആ സ്ഥലം എവിടെയാണെന്നുള്ളത് പിതൃവിന് മാത്രമേ അറിയാവൂ. ഇങ്ങനെ ചിന്തിച്ചിട്ട് അവർ പിതൃവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. മോളെ, നിനക്ക് മാത്രമേ അറിയാവൂ കഴിഞ്ഞ 5 ദിവസങ്ങളായി അവൻ എവിടേക്കാണ് പോകുന്നതെന്ന്. പ്ലീസ് പറ മോളെ. ഞാൻ പറയില്ല, അവൻ എന്നെ കൊന്നുകളയും. അവനൊന്നും ചെയ്യില്ല മോളെ, ഞാൻ നോക്കിക്കൊള്ളാം. ദയവ് ചെയ്ത് പറ മോളെ. അതെ മോളെ, വേഗം പറയൂ. ഇത് എൻ്റെ മോളുടെ ജീവൻ സംബന്ധപ്പെട്ട വിഷയമാണ്. പിതൃ മനസ്സിൽ പേടിയോടുകൂടി അവരെല്ലാരെയും ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ശാന്തമായ കാട്ടിനകത്ത് ഒരു ആലമരത്തിന് താഴെ തീ കത്തുന്നത് അവർ ശ്രദ്ധിച്ചു. അവരെല്ലാവരും അടുത്തേക്ക് ചെന്നതും തന്നെ അവിടെ വന്നിരുന്ന പെൺകുട്ടികളൊക്കെ മയങ്ങിക്കിടന്നത് അവർ ശ്രദ്ധിച്ചു. പിന്നെ തമോവൃത് ഒരു ഭയങ്കരമായ യാഗം ചെയ്യുകയായിരുന്നു. ഓം തമോവ്രജായ നമഃ. ത്രയാൻ സിദ്ധീൻ ദേഹിനേ കൃഷ്ണ രാത്രോ പ്രകൃതി സദാ സർമ്മം സന്നാദിതി. തമോവൃത്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിർത്ത് തമോവ്രത്. തമോവൃതിന്റെ അമ്മയും ഗ്രാമത്തിലെ ജനങ്ങളും നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ തന്റെ യാഗം നിർത്തിയതേയില്ല. അപ്പോഴാണ് ഗ്രാമത്തിലുള്ള ഒരാള് വെള്ളമൊഴിച്ച് തീ അണച്ചത്. തീ അണഞ്ഞതും തന്നെ ആ പെൺകുട്ടികൾക്കൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. പിന്നെ തമോവൃത് വിറച്ചുകൊണ്ട് താഴേക്ക് വീണുപോയി. അവന്റെ വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. എല്ലാവരും ഇന്ന് ചതി ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും. എൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് ഞാൻ തിരികെ വരും. ഞാൻ തിരികെ വരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തമോവൃത് തന്റെ ജീവൻ വെടിഞ്ഞു. അവന്റെ ശബ്ദം ആ കാട് മുഴുവൻ കേൾക്കാൻ തുടങ്ങി. എന്തോ ഒരു ശാപത്തിനെ പോലെ. ശ്മശാനത്ത് തമോവൃതിന്റെ അവസാന ചടങ്ങ് നടന്നു. രാത്രി ഇരുട്ടത്ത് തീ ആകാശം മുട്ടെ എരിഞ്ഞു. അവന്റെ ആ ഭയങ്കരമായ ശബ്ദം ഞാൻ തിരികെ വരും ഇപ്പോഴും എല്ലാവരുടെ ചെവികളിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ഡിതരെ, തമോവ്രത് മറിക്കുന്ന സമയത്ത് എന്തു പറഞ്ഞു വെച്ചാൽ അവൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഞാൻ ചില ഏർപ്പാടുകൾ ചെയ്യുന്നു. അതുകൊണ്ട് അവൻ എത്ര ശ്രമിച്ചാലും അവനെ കൊണ്ട് തിരിച്ചു വരാൻ പറ്റില്ല. പണ്ഡിതൻ കത്തുന്ന തീയിന് ചുറ്റും 4 വശത്തും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അവിടെ ഇട്ടു. എല്ലാവരും തിരികെ വീട്ടിലേക്ക് ചെന്നു. ഏത് ബാംബു സ്റ്റിക്ക് കൊണ്ട് തമോവൃതിന്റെ ശരീരം അവർ കത്തിച്ചോ അതിൽ തീ കത്തിപ്പിടിച്ചു. ആ കമ്പ് തന്നെ എണീറ്റ് നിന്നു. പിന്നെ ഒരു ഭയങ്കരമായ ചിരി ആ കാട് മുഴുവൻ കേൾക്കാൻ തുടങ്ങി.